Okay, so good morning. നമുക്കിന്ന് തിയറീസ് ഓഫ് ഫെയിലിയർ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ഡിഫറെൻ്റ് പ്രോബ്ലംസും കൂടെ നോക്കാം. ഓക്കെ, ഓൾറെഡി നമ്മളൊരു ടൈപ്പ് പ്രോബ്ലം നോക്കി, ഡയറക്റ്റ് ആക്സിൽ ഫോഴ്സും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും ഷിയർ ഫോഴ്സും വന്ന കേസിലെ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു. റൈറ്റ്, ഓക്കെ, ഇവിടെ ഒരു ഡിഫറെൻറ്റ് കേസ് ഓഫ് പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇവിടെ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. A cylindrical shaft is made of one second. Okay, a cylindrical shaft made of made of steel. Okay, another point. It is made up of steel, has an yield strength of 700 megapascal and is subjected to static loads consisting of bending moment and torsional moment. Okay, bending moment and torsional moment. Okay, determine the diameter of the shaft using two different theories of failure and assuming a factor of safety 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. റൈറ്റ്, സോ നമ്മളിവിടെ കാണാൻ പറഞ്ഞത് ഡിറ്റർമിൻ ദ ഡയമീറ്റർ. എന്താണ് കാണാൻ പറഞ്ഞത്? ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ്. ഡി അറിയില്ല. റൈറ്റ്, യൂസിങ് എങ്ങനെ? യൂസിങ് തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, തിയറീസ് ഓഫ് ഫെയിലിയറിൻ്റെ പ്രോബ്ലം ആണ്. തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഇത്രയാണ് നമുക്ക് തന്ന കാര്യങ്ങൾ. ഒന്ന്, സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് സ്റ്റീലാണ്. ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് 700 megapascal. ഓക്കെ, ഞാൻ ഇതിനെ രണ്ട് സ്പേസ് ആയിട്ട് ഇതിനെ ക്ലാസ് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, സോ ഈൽഡ് സ്ട്രെങ്ത് ഈസ് 700 megapascal. ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ ഈസ് 2. ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 2 ആൻഡ് പോയിസോൺസ് റേഷ്യോ വാല്യൂ യു ക്യാൻ ടേക്ക് ദ വാല്യൂ ആസ് 0.25. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂസിങ് ടു തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ് ആണ്. ഇനി ടു തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ്, യൂസിങ് ടു ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, ഇവിടെ നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് പിന്നെ ഏറ്റവും ബെസ്റ്റ് രണ്ട് തിയറീസ് ഓഫ് ഫെയിലിയർ ആയിരിക്കണം. ഓക്കെ, ഏതെങ്കിലും റാൻഡം രണ്ട് തിയറീസ് ഓഫ് ഫെയിലിയർ എടുത്തിട്ടല്ല ചെയ്യണത്. കാരണം ദ മെറ്റീരിയൽ ഗിവൺ ഹിയർ ഈസ് സ്റ്റീൽ. അല്ലെ, സ്റ്റീലാണ് ഹാവിങ് എ ഈൽഡ് സ്ട്രെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ മെറ്റീരിയൽ ഈസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഓക്കെ, so ductile material case, the best theory is the distortion energy theory. Okay, so distortion energy theory. So you can use distortion energy theory. Right. Now, before going to the theories of failure, നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഡയറക്റ്റ് തിയറീസ് ഓഫ് ഫെയിലിയറിലേക്ക് അല്ല പോകേണ്ടത്. കാരണം ഡിസ്റ്റോർഷൻ എനർജി തിയറിയിൽ തന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസും ഡിഫറെൻറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് നമ്മൾ ഈ തിയറീസ് ഓഫ് ഫെയിലിയറിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. അതെ, അപ്പോൾ അത് വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡിസ്റ്റോർഷൻ എനർജി തിയറിൻ്റെ എന്താ പറയുക, നമുക്ക് പിന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. റൈറ്റ് റൈറ്റ്, ചിലപ്പം ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇപ്പം ഈവൻ ഞാൻ ഈ പ്രോബ്ലം എടുത്തത് കുർമിന്നാണ്. കുർമിയിൽ മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ദ ബെസ്റ്റ് തിയറി ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് തിയറി ഈസ് ഡിസ്റ്റോർഷൻ എനർജി തിയറി. ഓക്കെ, സോ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് കാണണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ലെറ്റ് us ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, സോ നമുക്കറിയാം യുവർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1 നമുക്ക് ജനറൽ ഫോം ഉണ്ട്. ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ഈ ഒരു പ്രോബ്ലം നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ടോർക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ബെൻഡിങ് മൊമെന്റും തന്നിട്ടുണ്ട്. അപ്പോൾ ടോർക്കും bending moment ഉണ്ടെങ്കിൽ the problem is actually a combined bending and torsion problem. ഓക്കെ, കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ പ്രോബ്ലത്തിന്റെ കാറ്റഗറികളാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു റെഡ്യൂസ്ഡ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇപ്പൊ നമുക്ക് പലപ്പോഴും ആ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പലർക്കും ആ ഒരു ഇക്വേഷൻ പലപ്പോഴും മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിന്റെ കേസിൽ സിഗ്മ 1 എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ എഴുതാണ്, സിഗ്മ 1 എന്ന് പറയുന്നത് എന്താണ്? 16 ഡിവൈഡഡ് ബൈ പൈ ഡി ക്യൂബ് ഇൻറ്റു എം പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ആണ്. ഓക്കെ, പലപ്പോഴും ഈ എം പ്ലസ് എല്ലാം പലരും വിട്ടുകളയും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദ ബെറ്റർ തിങ് ഈസ് ടു യൂസ് ദിസ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സിഗ്മ 1 ഇങ്ങനെയാണ്. നമുക്കിത് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. സിഗ്മ എക്സ്, ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്. സിഗ്മ എക്സ് വിൽ ബി ദർ. ഓക്കെ, നമുക്കത് എക്സ് ഡയറക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സിഗ്മ വൈ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0, കാരണം ആ ഒരു ഡയറക്ഷനിൽ
കാരണം ഒരു ഡയറക്ഷനിൽ മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്, വേറൊരു ഡയറക്ഷനിൽ വേറൊന്നും നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, യു ക്യാൻ ടേക്ക് സിഗ്മ വൈ വാല്യൂ ആസ് 0. റൈറ്റ്. നോ ഇനി എന്താ ഷിയർ സ്ട്രെസ് വാല്യൂ? യെസ്, ടോർക്ക് ഉണ്ട്, therefore you will have a finite shear stress value. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഇതൊരു സർക്കുലർ ഷാഫ്റ്റ് ആണ് അല്ലെ. സർക്കുലർ ഷാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 32m/πd³ ആണ്. ഓക്കെ, ഇതെങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. സിഗ്മ ബൈ y is equal to m by I ആണ് അല്ലേ. അപ്പോൾ അതിൽ സിഗ്മ is equal to ഞാൻ എന്ത് ചെയ്തു, m by I into y ആണ്. മൊമെന്റ് m തന്നെ, സർക്കുലർ ഷാഫ്റ്റ് ആയതുകൊണ്ട് I എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ is equal to എന്താണ്, m ആയിട്ട് നിൽക്കട്ടെ, I 5/64 d raised to 4 and this one is d by 2. Reduce ചെയ്ത് കഴിഞ്ഞാൽ you will get 32m/πd³. Right. So your sigma x value, sigma x is equal to 32m/πd³ ആണ്. You can substitute the value for m അല്ലെ. m ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, പൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുകയാണെങ്കിൽ സിഗ്മ എക്സ് വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 സെക്കൻഡ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എക്സ് വാല്യൂ 101.8. ഓക്കെ, 101.8 into 10 to the power 6 divided by d³ എന്ന് കിട്ടും. That means Newton per mm square എന്ന് കിട്ടും. Okay. Now similarly, sigma y value, as I said, it is 0, and tau xy value, നമുക്കറിയാം, നമുക്കത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 16t/πd³ എന്ന് വരും. 60t/π/60. നമ്മളിത് പണ്ട് ടോർക്ക് ഇക്വേഷൻ നമ്മൾ MOSലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും. π/16 tau d³ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാകും. നേരെ തിരിച്ചു എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എടുക്കാണ്ട് ഷിയർ സ്ട്രെസ് ആണ്. റൈറ്റ്. ഇത് സെയിം തന്നെയാണ് നമ്മളെ പിന്നെ എന്താ പറയുക, പിന്നെ നമ്മളെ സ്റ്റാൻഡേർഡ് ടോർഷൻ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിലേക്ക് കിട്ടും. ഇത് നമ്മൾ ഓൾറെഡി പഴയ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പഴയ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ തന്നെ മതി. ഓക്കെ, റൈറ്റ്. അപ്പോൾ 16t/πd³. നോ ടോർക്ക് ടി വാല്യൂ ഇസ് ഗിവൺ, പൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യുവർ ഷിയർ സ്ട്രെസ് വിൽ കം അറൗണ്ട് ആസ് 152.8 into 10 to the power 6 divided by d³ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് സിഗ്മ എക്സ് വൈ, സിഗ്മ വൈ വൈ, ടോ എക്സ് വൈ വൈ. നോ ഇനി എന്ത് മതി, യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദോസ് വാല്യൂസ് ഇൻ പ്രിൻസിപ്പൽ സ്ട്രെസ് ഇക്വേഷൻ. എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ you will get the value as 211.9 into 10 to the power 6 divided by d³ Newton per mm square എന്ന് കിട്ടും, sigma 1. Now similarly, your sigma 2 value you will get it as minus 110.1 into 10 to the power 6 by d³ Newton per mm square എന്ന് കിട്ടും, second value. Fine. ഓക്കെ, അപ്പോൾ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് ഒരു മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് ഞാൻ നേരത്തെ കാണിച്ചത് എന്താണ്, സിഗ്മ 1 എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. എന്താ, 16 divided by πd³ into m plus square root of m square plus t square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ആൻസർ. കാരണം ഇവിടെ വേറെ ഒന്നും നമുക്ക് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം m വാല്യൂ അറിയാം, t വാല്യൂ അറിയാം, ഡയമീറ്ററിന്റെ ഫോമിൽ നമുക്ക് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു. സിമിലർലി സിഗ്മ 2 is equal to 16 divided by πd³ into m minus square root of m square plus t square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ വാല്യൂ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു കേസിൽ വരുന്നത്, സിഗ്മ 1ഉം സിഗ്മ 2ൻ്റെയും കേസിൽ. കറക്റ്റ്. നോ അപ്പോൾ നമുക്ക് ഓൾറെഡി ആ വാല്യൂ കിട്ടി, നിങ്ങൾക്ക് ആ വാല്യൂ അറിയാം. കറക്റ്റ്. നോ എന്ത് വേണം, ലെറ്റ് us try to find out the diameter values. Okay, now using theories of failure. Okay, sigma 1 sigma 2 അറിയാം. Now determine diameter using theories of failure. Now first theories of failure, let me use maximum shear stress theory. Okay, maximum shear stress theory. Okay, now suppose you are using maximum shear stress theory, നമുക്കറിയാം അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതൊരു 2-dimensional കണ്ടീഷൻ ആണ് അല്ലെ. 2-dimensional കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞ ഈ ഒരു കേസിലെ ഫൈനൽ ഇക്വേഷൻ, റെഡ്യൂസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് sigma 1 minus sigma 2 is equal to yield tensile strength divided by factor of safety ആണ്. Right. So sigma 1 value we have it as 211.8
211.9 into 10 to the power 6 divided by d cube minus sigma 2 value that is minus 110.1 into 10 to the power 6 divided by d cube is equal to yield tensile strength value. Yield tensile strength value given value ആണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്ന വാല്യൂ ആണ്. yield tensile strength value നമ്മളോട് പറഞ്ഞിരിക്കുന്നത് it is 700 megapascal അല്ലേ 700 megapascal യൂണിറ്റ് ഓക്കെ ആണ് ന്യൂട്ടൺ പെർ ആം സ്ക്വയറിനാണ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ എടുക്കാൻ പറഞ്ഞാൽ it is 2 അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കൂടെയുള്ള അൺനോൺ വാല്യൂ ഡയമീറ്റർ ഡി മാത്രമാണ്. ഇത് മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആവും. സോൾവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ഡയമീറ്റർ. ഓക്കെ, സോ ഡയമീറ്റർ ഡി വാല്യൂ ഫോർ ദിസ് കണ്ടീഷൻ ഇറ്റ് കംസ് അറൌണ്ട് 97.2 mm. ഓക്കെ, ചെക്ക് ചെയ്യണം. അത് കുർമിയുടെ ടെക്സ്റ്റിലെ ഫൈനൽ വാല്യൂ ആണ് തരുന്നത്. So the final value will come around as 97.2 mm. Okay. Now similarly, you can use the next theory, which is your maximum distortion energy theory. Correct. So second theory is your maximum distortion energy theory. Distortion energy theory. Right. So maximum distortion energy theory നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് it is given as sigma 1 square plus sigma 2 square minus 2 sigma 1 sigma 2 is equal to yield tensile strength divided by factor of safety the whole square ആണ്. Right. So here also your sigma 1 value is given, sigma 2 value is given, sigma 1 value is given, sigma 2 value is given. You can substitute those values പിന്നെ അതുപോലെ in terms of നമുക്കിവിടെ ആകെ unknown ഉള്ളത് ഡയമീറ്റർ മാത്രമാണ്. Similarly yield tensile strength value yes even that is given 700 megapascal factor of safety അറിയാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം and you can directly determine the value of diameter. You can solve it and tell me the answer. So actually as per the textbook strain energy theory ആണ് എടുത്തിരിക്കുന്നത്, but best theory maximum dispersion energy theory ആണ്. അപ്പോൾ എന്തുകൊണ്ടാലും ഡക്റ്റൈൽ ആണ് മെറ്റീരിയൽ എങ്കിൽ റാൻഡം ആയിട്ടാണ് നിങ്ങളോട് തിയറി എടുക്കാൻ പറയുന്നതെങ്കിൽ the best theory that you can apply is maximum distortion energy theory. Okay, ഇത് മറ്റ് പബ്ലിക് എക്സാമിന്റെ കേസുകളിൽ ഇത് ഓർത്ത് വെക്കണം, കാരണം ചിലപ്പോൾ ചോദിക്കുന്നു ബെസ്റ്റ് തിയറി ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഓക്കെ, ബെസ്റ്റ് തിയറി ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ ഈസ് മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി. ഓക്കെ, that gives you best optimum result. Okay, so substitute those value you will get some value in this range. Okay, ഏതാണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ ഒരു ഡയമീറ്റർ വാല്യൂ നമുക്ക് കിട്ടും. ഫൈൻ. അപ്പോൾ ഇതാണ് ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സും അതുപോലെ ഡയറക്റ്റ് ഷിയർ ഫോഴ്സും ഡയറക്റ്റ് നോർമൽ ഫോഴ്സും തന്ന കേസായിരുന്നു അല്ലേ. ഇവിടെ ഈ ഒരു കേസിൽ ഇപ്പം പെൻഡിങ് മൊമെന്റും ടോർഷനാണ്. ഓക്കെ, അപ്പോൾ കമ്പൈൻഡ് പെൻഡിങ് മൊമെന്റ് ആൻഡ് ടോർഷൻ കണ്ടീഷനാണ്. അപ്പോൾ ഇതിന്റെയും മുകളിലേക്ക് വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാം, പ്ലസ് ആക്സിയൽ ലോഡും കൂടെ വരുന്ന കേസ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മളിപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്ത ചില ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടെത്താനുള്ള ഡിഫറെന്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അതുപോലത്തെ പ്രോബ്ലംസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അപ്പോൾ ആദ്യം പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക. ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ല, നേരെ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ ഇക്വേഷനിലേക്ക് അതിനെ അങ്ങ് പറിച്ച് നട്ടാൽ മാത്രം മതി. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കിത് ബേസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം, പെട്ടെന്ന് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ഫൈൻ. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അത് ഏതാണ്ട് ഇതുപോലെയാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതിൽ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ വരുന്ന ഇനി അടുത്തൊരു വേരിയേഷൻ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്ന് അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. ഒരു സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. എ മൈൽഡ് സ്റ്റീൽ ഷാഫ്റ്റ്
of 50 mm diameter. Okay, 50 mm diameter, mild steel ആണ്. Okay, 50 mm diameter is subjected to a bending moment. Yes, bending moment തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ bending moment തന്നിട്ടുണ്ട്. And a torque T. Oh, okay, right. See, the torque acting is T. അവിടെ വാല്യൂ തന്നിട്ടില്ല. If the yield point of the steel in tension is 200 megapascal, find the maximum value of this torque without causing yielding of the shaft according to maximum principal stress, maximum shear stress, and the maximum distortion energy theory of yielding. Okay, see, ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. എ മൈൽഡ് സ്റ്റീൽ ഷാഫ്റ്റ്, ഓക്കെ, എം എസ് ആണ്, മൈൽഡ് സ്റ്റീൽ ഷാഫ്റ്റ് ഓഫ് ഡയാമീറ്റർ. യെസ്, ഇവിടെ ഡയാമീറ്റർ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തത് ഡയമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ നേരെ മറിച്ച് ഡയമീറ്റർ തന്നിട്ടുണ്ട്, സബ്ജക്ട് ടു എ ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഇതിൽ എൻ്റെ അപ്ലൈഡ് കണ്ടീഷൻ ബെൻഡിങ് മൊമെന്റ് ഈസ് 2000 ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് വാല്യൂ, യെസ്, ദാറ്റ് ഈസ് നോട്ട് ഗിവൺ. ഓക്കെ, അപ്പോൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ടോർക്ക് ആയിരിക്കണം. റൈറ്റ്. Now, if the yield point അല്ലെങ്കിൽ yield tensile strength is equal to 200 megapascal, find the maximum value of this torque without causing yielding of the shaft according to maximum principal stress theory. Okay, according to maximum principal stress. Okay, now അതേപോലെ രണ്ടാമത്തെ തിയറി മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയും പറഞ്ഞിട്ടുണ്ട്. തേർഡ് വൺ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറിയും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പഴയ പ്രോബ്ലം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഡയമീറ്റർ ഗിവൺ ക്വാണ്ടിറ്റി ആണ് ആൻഡ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഈസ് ദ ടോർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു അൺനോൺ വാല്യൂ അങ്ങനെ ആ ഒരു ആംഗിളിൽ നിന്ന് കാണുന്നതിന് പകരം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ ആംഗിളിൽ കാണാം. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഡയമീറ്റർ ഡി 50 mm ആണ്. അതിന്റെ yield tensile strength, അതിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെങ്ത് ആണ് 200 മെഗാപാസ്കൽ ആണ്. അതിന് 2000 ന്യൂട്ടൺ മീറ്റർ ബെൻഡിങ് മൊമെന്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതാണ് അപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, ഇനി ഇതിൽ എനിക്ക് എത്ര ടോർക്ക് വരെ അപ്ലൈ ചെയ്യാം, അതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആക്ച്വൽ റിയൽ ലൈഫ് കേസ് ആയിട്ട് നമുക്ക് ഇത് കാണാം. എനിക്ക് ഇതിന്റെ മുകളിൽ എത്രത്തോളം എന്താ പറയുക ടോർക്ക് അപ്ലൈ ചെയ്യാം such that it does not break, അല്ലെങ്കിൽ it continues ലൈഫ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം അല്ലെ, സേഫ് ആയിട്ട് കുറെ കാലം കൂടെ അത് ബ്രേക്ക് ആവാതെ പോകണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ടോർക്ക് വരെ ഇതിൽ അപ്ലൈ ചെയ്യാം, എത്രയാണ് ആ ടോർക്കിന്റെ ലിമിറ്റ്, അതാണ് ഇവിടുത്തെ ചോദ്യം. റൈറ്റ്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്താണ് യൂസിങ് ഡിഫറെന്റ് തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, സോ ഫസ്റ്റ് വൺ മാക്സിമം. അപ്പം ഓരോ തിയറീസ് ഓഫ് ഫെയിലിയറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം, ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഈസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഇക്വേഷൻ വേണം. റൈറ്റ്. സോ ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം. സോ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. രണ്ട് മെത്തേഡ് ഉണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായ മെത്തേഡിലൂടെ ഞാൻ മുന്നോട്ടേക്ക് പോവാണ്. ഓക്കെ, രണ്ട് മെത്തേഡ് എടുക്കാം, ആൻസർ കിട്ടുന്നതൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, നോ സിഗ്മ 1, my major principal stress sigma 1 is given by I'm taking my standard equation 16 by pi d cube into m plus square root of m square plus t square. കാരണം ഇതൊരു കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ കണ്ടീഷൻ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് തന്നിട്ടുണ്ട്, ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഞാൻ 16 ഡിവൈഡഡ് ബൈ പൈ, ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 50 ക്യൂബ് ഇൻറ്റു ബെൻഡിങ് മൊമെന്റ് ഈസ് 2000 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2000 സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ആണ്. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്യുക, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അൺനോൺ ടോർക്കിൽ മാത്രമായിട്ടുള്ള ഒരു സിഗ്മ 1 ഇക്വേഷൻ നമുക്ക് കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ സിഗ്മ 1 വാല്യൂ കുറച്ച് ലെങ്തി വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം പിന്നെ എന്താ പറയുക 2000 സ്ക്വയർ റൂട്ട് ഓഫ് 2000 സ്ക്വയർ പ്ലസ് അത് അങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. റൈറ്റ്. നോ സിമിലർലി യു കൻ സോൾവ് ദിസ് വാല്യൂ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. ഈ ഒരു പോർഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു 2000 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വൺ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, now similarly you can find the value for sigma 2. Sigma 2 is given by 16 divided by pi d cube into m minus square root of m square plus t square. Okay, you can solve that value as well and you will get some value in sigma 2 as well. Right, fine. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഇൻ ടേംസ് ഞാൻ റെപ്രസെന്റ് ചെയ്തു. എനിക്ക് ആ കൂടെയുള്ള അൺനോൺ എന്ന് പറയുന്നത് ടോർക്ക് ടി മാത്രമാണ്. രണ്ടാമത്തെ കേസിലും എനിക്ക് ടോർക്ക് ടി മാത്രമാണ് അവിടുത്തെ അൺനോൺ വാല്യൂ വരുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. Now, starting with your maximum principal stress theory. Maximum principal stress theory നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആയില്ലേ, വൺ ഈസ് സിഗ്മ 1 ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ്
സിഗ്മ 2 ഒന്ന് മേജർ ആണ്, മറ്റേത് മൈനർ സ്ട്രെസ് ആണ്. റൈറ്റ്. നൗ നമുക്ക് പിന്നെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി പറയുന്നത് വെച്ചാൽ യു സിഗ്മ 1, ഓക്കെ, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ റാങ്കൈൻസ് തിയറി അല്ലെ, റാങ്കൈൻസ് തിയറി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ യുവർ സിഗ്മ 1 the material will fail when your major principal stress is equal to yield tensile strength divided by factor safety. Okay, so that means your sigma 1 is equal to yield tensile strength by factor safety. ഞാൻ ഇവിടെ തന്നെ എഴുതാണ്. നമുക്കറിയാം സിഗ്മ 1 എന്ന് പറഞ്ഞാൽ 16 divided by pi into 50 cube into 2000 plus square root of 2000 square plus t square is equal to yield tensile strength അല്ലെ, yield tensile strength value is 2000 divided by 200 divided by factor safety. Factor safety നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ലെറ്റ് മീ അസ്യൂം ഇറ്റ് ആസ് 1. ഓക്കെ, തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് 1 or 2 whatever it is. ഓക്കെ, നോ ഫോർ ദ ടൈം ബീങ് ഐ ആം അസ്യൂമിങ് ഇറ്റ് ആസ് 1. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ഉള്ളത്, ഇവിടെ ആ കൂടെ ഒരൊറ്റ അൺനോണേ ഉള്ളൂ. ആ അൺനോൺ ടോർക്ക് ടി ആണ് അല്ലെ, ഇവിടെ ഒരേ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് ടി സ്ക്വയർ. റൈറ്റ്. സോ യു ക്യാൻ ഡയറക്ട്ലി substitute the values and find the value for t. Okay. So the first case your t, first case t value ഞാൻ പറയാം. Torque value is coming as 2118 Newton meter. Okay, on solving this you will get it as 2118 Newton meter എന്ന് കിട്ടും. ന്യൂട്ടൺ എം എമ്മിലായിരിക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടൺ എം എമ്മിൽ കിട്ടും, കൺവേർട്ടഡ് ടു ന്യൂട്ടൺ മീറ്റർ. You can represent the torque value. Right, ന്യൂട്ടൺ എം എമ്മിൽ തന്നെ വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. Okay, now so this is the first step. Okay, second case second എന്താ, മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ പറയാം, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ്സിൽ എന്താ നമുക്കറിയാം, സിഗ്മ 1 മൈനസ് സിഗ്മ 2 is equal to yield tensile strength by factor safety. കാൽക്കുലേഷൻ കുറച്ച് കൂടുന്നേ ഉള്ളൂ. എന്താ വരിക ഇതിനകത്ത്, പിന്നെ അത് കുറച്ചുകൂടെ റെഡ്യൂസ് ആയി കിട്ടും. പിന്നെ എന്താ പറയുക, 16/πd³ കോമൺ ആണ്. പിന്നെ ബാക്കി മാത്തമാറ്റിക്കൽ കാര്യങ്ങളുമല്ലോ, 2000 പ്ലസ് സ്ക്വയർ ഓഫ് 2000 സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ മൈനസ് 2000 പ്ലസ് സ്ക്വയർ ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ചിലത് ക്യാൻസൽ ആവും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക and equate it with the right hand side, you will get the value for torque. Okay, similarly with the distortion energy theory, distortion energy theory ന്റെ കേസിൽ ചില പ്രശ്നങ്ങൾ വരുന്ന സ്ക്വയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ച് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. We can directly expand it and solve and determine the answer. Okay, so second കേസിൽ 1426 ആണ് ന്യൂട്ടൺ മീറ്റർ ആണ് വാല്യൂ വരിക. ഓക്കെ, തേർഡ് കേസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ചെയ്യണം, നിർബന്ധമായിട്ട് ഇത് സൊല്യൂഷൻസ് ചെയ്ത് നോക്കണം. So the logic ഇത്രയേ ഉള്ളൂ. തിയറീസ് ഓഫ് ഫെയിലിയേഴ്സിന്റെ ആണ് പ്രോബ്ലം എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്. അതിൽ ചിലപ്പോൾ അൺനോൺ വാല്യൂസ് ഉണ്ടാവും, ഇക്വേറ്റഡ് വിത്ത് തിയറീസ് ഓഫ് ഫെയിലിയർ. ചിലപ്പോൾ ഈ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കേസ് എന്ന് വരുമ്പോൾ. ഓക്കെ, ഇനി ഇതിന്റെ പോസിബിൾ വേരിയേഷൻസ് ഞാൻ പറയാം. തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ പ്രോബ്ലംസിൽ തിയറീസ് ഓഫ് ഫെയിലിയർ നമ്മൾ ഡിഫറെന്റ് പ്രോബ്ലംസ് നോക്കി. ഒന്ന് ഡിറ്റർമിൻ ഡയാമീറ്റർ എന്നുള്ള കേസാണ്. ഡിറ്റർമിൻ ഡയാമീറ്റർ. ഈ ഡയാമീറ്റർ ഡിറ്റർമിൻ ചെയ്യുന്ന കേസ് തന്നെ ചിലപ്പം ആക്സിയൽ ഫോഴ്സ് ഷിയർ ഫോഴ്സ് തന്നിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. റൈറ്റ്, അതല്ല എങ്കിൽ ആക്സിയൽ ഫോഴ്സ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഒക്കെ വരുന്ന കമ്പൈൻഡ് അതുപോലത്തെ ഒരു കേസും ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് കേസസ് നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പൽ സ്ട്രെസ് അങ്ങനത്തെ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസൊക്കെ എക്സ്ട്രീം കേസാണ്. അത്ര ടൈറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനെ തിയറീസ് ഓഫ് ഫെയിലിയറിൽ വരാറില്ല, പൊതുവെ വരാറില്ല. റൈറ്റ്, അപ്പോൾ അടുത്ത കേസ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ ആണ്. കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ. ഓക്കെ, ഈവൻ അത് ചെയ്യുന്നതും ഡിറ്റർമിൻ ദ ഡയമീറ്റർ തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിൻ ബെൻഡിങ് മൊമെന്റ് ഓർ ടോർക്ക്. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, അവസാനം ചെയ്ത ടൈപ്പ് പ്രോബ്ലം അതായിരുന്നു. ചിലപ്പം ബെൻഡിങ് മൊമെന്റ് കാണാൻ പറയും, അല്ലെങ്കിൽ ടോർക്ക് കാണാൻ പറയും. ഗിവൺ ഡയാമീറ്റർ. ഓക്കെ, ഗിവൺ ഡയാമീറ്റർ. ഓക്കെ, now there is one more category of problem where you will be asked to find the factor of safety. Okay, ബാക്കിയെല്ലാം നിന്നിട്ടുണ്ടാവും, ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അസ്യൂം ചെയ്തിട്ട് എന്താ കാണേണ്ടതെന്ന് പോലും മനസ്സിലാവാതെ അങ്ങനെ പോകരുത്. അത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഇസ് ടു ഡിറ്റർമിൻ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടെത്തേണ്ടി വരും. അത് മാത്രമല്ല കണ്ണൂർ ഉണ്ടാവുക, ഡയമീറ്റർ തന്നിട്ടുണ്ടാവും. ഫൈൻ, അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് 2 ഡയമെൻഷനിലെ കേസ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. നോ സിമിലർലി ഈ ഒരു പ്രോബ്ലം തന്നെ
3 ഡയമെൻഷനിലും ചോദിക്കാം. ഓക്കെ, 3 ഡയമെൻഷനിലാണ് കണ്ടീഷൻ എങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 3 ഡയമെൻഷനിലാണ് കണ്ടീഷൻ എങ്കിൽ there is a different equation to find the principal stresses. Okay, principal stress കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. Principal stresses ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്സിലാണ് കാര്യം. നമുക്കറിയാം, സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 is equal to 0 എന്നുള്ള ഇക്വേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോറി, സിഗ്മ റേസ് ടു 4 I1 സിഗ്മ, സോറി ഇക്വേഷൻ മാറിപ്പോയി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ sigma cube minus I1 sigma square plus I2 sigma minus I3 equal to 0. Yes, right, correct. Right. തേർഡ് ഓർഡർ ഇക്വേഷൻ വരെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ 1 കിട്ടും, സിഗ്മ 2 കിട്ടും, സിഗ്മ 3 കിട്ടും. ഇവിടെ I1 I2 I3 എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻവാരിയൻസ് ആണ്. I1 I2 I3 കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട് ഇൻ AMOS അല്ലെ, അഡ്വാൻസ്ഡ് മെക്കാനിക്സ് സോൾവ്സ് ഉണ്ട്. ആ ഇക്വേഷൻസ് നോക്കണം, നിർബന്ധമായിട്ട് നോക്കണം. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വാല്യൂ ഫോർ സിഗ്മ 1 സിഗ്മ 2 ആൻഡ് സിഗ്മ 3. ഓക്കെ, 3 പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസ് കിട്ടും. വൺസ് യു ഗെറ്റ് ദോസ് വാല്യൂസ്, എന്ത് മതി? യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദോസ് വാല്യൂസ് ഇൻ തിയറീസ് ഓഫ് ഫെയിലിയർ. തിയറീസ് ഓഫ് ഫെയിലിയർ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അതിൽ കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡാറ്റാ ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം പിന്നെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ആണെങ്കിൽ നോക്കണം, സിഗ്മ 1 is greater than sigma 2 greater than sigma 3 ആണെങ്കിൽ then sigma 1 is equal to yield tensile strength by factor of safety. Now similarly maximum shear stress ആണെങ്കിൽ, maximum shear stress theory ആണെങ്കിൽ sigma 1 minus sigma 2 by 2 or sigma 2 minus sigma 3 by 2 or sigma 3 minus sigma 1 by 2, whichever is maximum. Okay, നോക്കണം ഏതാണ് maximum, whichever is maximum, equate that with yield tensile strength by factor of safety. ഓക്കെ, ഇതാണ് അതിൻ്റെ ലോജിക്ക്. റൈറ്റ്, അപ്പോൾ ഈ ഒരു ലോജിക്കായിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് ബേസിക് ഏരിയാസ്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, ഏത് ടെക്സ്റ്റ് ബുക്ക് ആയാലും കുഴപ്പമില്ല. ഈ മെത്തേഡ് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് തന്നിട്ടുണ്ട് അല്ലെ, ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 700 MPa എന്നൊക്കെ. ഓക്കെ, ചിലപ്പോൾ ചില കേസുകളിൽ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ക്വസ്റ്റ്യനിൽ തരില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫോർ C40 സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഡാറ്റാ ബുക്ക് പോവുക, PSG ഡാറ്റാ ബുക്കിൽ ഇനീഷ്യൽ എനിക്കൊന്ന് ആദ്യത്തെ ഒരു 5-10 പേജിൻ്റെ ഉള്ളിൽ തന്നെ, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പേജസ് തന്നെ യു ക്യാൻ ഫൈൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് C40 സ്റ്റീൽ. അതിൽ തന്നെ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എല്ലാം ഓഫ് C40 സ്റ്റീൽ ഉണ്ട്. യു ക്യാൻ ടേക്ക് ദ വാല്യൂ ഫ്രം ദ ടേബിൾ ആൻഡ് ദെൻ കം ടു ദ പ്രോബ്ലം ആൻഡ് സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതാണ് ആ കേസിൽ ചെയ്യേണ്ടത്. അതെങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഡാറ്റാ ബുക്ക് കിട്ടിയോടെ ഞാൻ പറഞ്ഞുതരാം. റൈറ്റ്, അതുപോലത്തെ അതിൻ്റെ വാല്യൂസ്. അപ്പോൾ ഇനി അഥവാ ആ സമയത്ത് വിട്ടു പോവുകയാണെങ്കിൽ പറയണം, അങ്ങനെ വാല്യൂസ് എങ്ങനെ എടുക്കേണ്ടത്. നമ്മൾ ഇതുപോലത്തെ മറ്റ് ഏരിയയിൽ പ്രോബ്ലം വരുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ പറയാം. അപ്പോൾ അതിന് മുമ്പേ അറിയണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടു പോയാൽ എന്നോട് പറയണം. ഓക്കെ, സോ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഫ്രം ഡാറ്റാ ബുക്ക്. ഓക്കെ, യു വിൽ ഗെറ്റ് ദ വാല്യൂ ഡയറക്ട്ലി ഫ്രം ഡാറ്റാ ബുക്ക്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് പിന്നെ തിയറീസ് ഓഫ് ഫെയിലിയറിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതോടുകൂടി തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ എൻ്റെ അവറില്ല, മറ്റന്നാൾ നമ്മൾ ഫറ്റീഗിലേക്ക് കിടക്കും. സൈക്ലിക് ലോഡിങ്, ഫറ്റീഗ് ഫെയിലിയേഴ്സ്, വെരി 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 ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, നല്ല രസമാണ്. പക്ഷേ ആ കണ്ടിന്യൂസ് ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ടോപ്പിക്ക്. അടുത്ത ദിവസം നമുക്കത് കാണാം. ഓക്കെ, നിങ്ങൾ ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക, സമയമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു വൺ ആൻഡ് ഓൾ.